അപ്പൊ ഇന്നത്തെ പരിപാടി ഇത് കാണുമ്പോ എന്താ തോന്നണെങ്കിൽ ചിക്കന്റെ ലിവറാണ് കേട്ടാ. ചിക്കന്റെ ലിവർ തേങ്ങാപ്പാലിട്ട് വെച്ചേക്കണാണ്. നല്ല ചോറില് ഇതുണ്ടാ ഗ്രേവിയും കൂടി ഇട്ടായില്ലേ. പിന്നെ നമ്മുടെ കൈ കൊണ്ട് ഇതണ്ട ഇതങ്ങനെ എടുക്കുക. ഒരു പിടിയെടുത്താണ്. അടിപൊളി സാധനം. അമ്മച്ചി കഴിക്കൂലട്ടെ. ഇത് അമ്മച്ചി ഉണ്ടാക്കാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ. അങ്ങോട്ട് നോക്കി അമ്മച്ചി. നമ്മ ഇന്ന് ഉണ്ടാക്കിയ എന്താ അമ്മച്ചി? ചിക്കത്തിന്റെ കരള് തേങ്ങാപ്പാല് ഇട്ട് വെച്ചേക്കണേ. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കണ എങ്ങനെയാന്ന് അറിയണ്ടേ? കാണിച്ചു കൊടുത്താലേ അമ്മച്ചി ഉണ്ടാക്കിയാണ് അല്ലേ? വെറുതെ തിരുമ്മിക്കുട്ടിയാണെങ്കിലും ചിക്കത്തിന്റെ കരള് വെക്കാം. പക്ഷെ അതിന്റെ ചുവയുണ്ട. തേങ്ങാപ്പാലിൽ വേവിക്കുകയാണെങ്കിൽ അതിന്റെ ചുവ. അപ്പൊ ഞങ്ങൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഒന്ന് കണ്ടേക്കണ്ട. അപ്പൊ ചിക്കന്റെ കരള് പാല് കറി വെക്കാൻ വേണ്ടി പോണേണ്ട. 1 കിലോ ചിക്കന്റെ കരളാണുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? സവാള ഉള്ളികൾ അരിഞ്ഞ് വെച്ചാൽ 2 മതി കൂടി ഇട്ടു. അപ്പൊ എത്ര എടുത്താണ് ഇത്? സവാള 150, ഉള്ളി 50. അപ്പൊ ഇടാം. സവാളയും ഉള്ളിയും കൂടി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കണേണ്ട. അപ്പൊ അതൊന്ന് വഴച്ചെടുക്കണം ആദ്യം. അപ്പൊ പെട്ടെന്ന് വഴഞ്ഞു വരാൻ വേണ്ടി ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. സമയം എടുക്കട്ടെ. നന്നായിട്ട് വഴഞ്ഞു അല്ലേ അമ്മച്ചി? സവാള ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞിട്ടുണ്ട്. ഇതുണ്ട് ഈ ഒരു ഭാഗത്തിനാണോ. അപ്പൊ നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് അരിഞ്ഞത് അതും കൂടിയിട്ട് വഴറ്റാം. അപ്പൊ നമ്മുടെ കരള് മേടിച്ച നല്ല 5-6 തവണ കഴുകി നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചാ. അപ്പൊ നമുക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം അല്ലേ? എത്ര സ്പൂൺ മല്ലിപ്പൊടിയാ? 2 സ്പൂൺ. സവാളയുടെ ഗ്രേവി ഉണ്ടാവല്ലോ. അപ്പൊ 2 സ്പൂൺ ഒന്നും കിട്ടിയാൽ 2 സ്പൂൺ. 2 സ്പൂൺ. അടുത്തെന്താ? അടുത്തത് മുളക് പൊടി. അതായില്ല, കാശ്മീരി ചില്ലിയാണ്. മഞ്ഞപ്പൊടി. മസാലപ്പൊടിയാണ് ഇത്. മതി മതി മതി. ഇപ്പൊ അത് നല്ല മസാലപ്പൊടി കുറച്ചിട്ടാൽ മതി. അടുത്തെന്തിടണം? പൊടി മസാല മുളക് പൊടി ഇല്ലേ സാധാ? മതി. തെളിച്ചുകൂടി ഇട്ടോ. അപ്പോൾ വേപ്പിലയും നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. വേപ്പില അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത് അങ്ങോട്ട് ഇളക്കാം. വെള്ളത്തിനൊരു തേങ്ങാപ്പാലാകുമ്പോൾ ഉപയോഗിക്കണം കേട്ടോ. അതിന്റെ പ്രത്യേകത തന്നെ തേങ്ങാപ്പാലിൽ ഉപയോഗിക്കണ കറിയാ. തേങ്ങാപ്പാൽ വേവിച്ചില്ലെങ്കിൽ കടലിന് ചുവയുണ്ടാവും. ഇതൊന്ന് എണ്ണ തിരിഞ്ഞു വരട്ടെ കേട്ടാ. കടലിട് കടലിട്ടോ. ആഹാ, പെട്ടെന്ന് വെന്തിട്ടണ സാധനം ഉണ്ടേ കരള്. ഇതിന്ന് വെള്ളം ശരിക്കും ഇറങ്ങുവേ. ഇത് മൂടി വെച്ച് ഇന്ന് വേവിക്കണം. ഇത് വെളിച്ചെണ്ണ ഇത്തിരി കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ കിട്ടോ. ഇതാ 2 കിലോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടെ അമ്മച്ചി? വേണമെങ്കിൽ പിന്നീടല്ലേ, കുറച്ചിട്ട് ആദ്യം ഇട്ടുണ്ടായി. സവാള കൂട്ടത്തി അടുത്ത പൊടികളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ് മെയിൻ പൊടികള്. നമ്മുടെ കുരുമുളക് പൊടി കുറച്ചുകൂടി ഇട്ടെ അമ്മച്ചി? അപ്പൊ ഇത്തിരി ഏലക്കട പൊടി, ഏലക്ക പൊടി ചെറുതാണ്ട. അറിഞ്ഞു പോയത് തേങ്ങാപ്പാൽ ഒഴിച്ചേ ചട്ടി പെട്ടെന്ന്. ഇപ്പൊ നമ്മുടെ തേങ്ങാപ്പാല് ബാക്കിയുള്ള ഒരു ഒഴിക്കാം നമുക്ക്. കടലിന്റെ ചുവയില്ലാതിരിക്കാൻ വേണ്ടിയാ തേങ്ങാപ്പാൽ ഇടണം. തേങ്ങാപ്പാൽ ഇടാതെയും വേവിക്കാം. എല്ലാം കൂടി തിരുമ്മിക്കുട്ടി അടുപ്പത്ത് വെക്കാം.
ചെറിയ തേങ്ങയുടെ പാലാണ് കേട്ടോ, അത് ഉള്ളെടുത്തിട്ടുണ്ട് അമ്മ. അപ്പം ഇനി നമുക്കിന്ന് മൂടി വെച്ച് കഴിക്കാം. ഇത് പെട്ടെന്ന് വേവോട്ടെ, അധികം വേവില്ലാത്ത സംഭവമാണ് ഇത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമ്മൾ റോസ്റ്റായിട്ട് എടുക്കാൻ വേണ്ടി പോണ കേട്ടാ. അപ്പം നല്ല സ്മെല്ലുണ്ട് കേട്ടാ, അടിപൊളി സ്മെല്ലാ. അപ്പം ഇത് നല്ല മണമൊക്കെ വന്ന് ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്നു നോക്കാം ഇത്. ഇളക്കട്ടെ അമ്മച്ചി. നല്ല ഉഗ്രം സാധനം ഉണ്ടാ. എന്തും കൂട്ടി നമുക്ക് കഴിക്കേണ്ടത്? അതിപ്പോ എന്താ പുട്ടാകണം, പുട്ടുണ്ടാക്കണം. പുട്ട് ചോറും കൂടി കഴിക്കാം നമുക്ക്. ഇത്തിരി കൂടെ ഒന്ന് വറ്റട്ടെ അല്ലേ? ഇത് തട്ടുകടയിലേക്ക് ഇട്ടോട്ടെ. തട്ടുകടയിലൊക്കെ കൊടുക്കണത് ഇതുപോലെ അല്ലേ, തേങ്ങാപ്പാലൊന്നും വെച്ച് കുടിക്കുന്നില്ല, വെള്ളമൊക്കെ ഒഴിക്കും. നമുക്ക് വീടുകളിലെല്ലാം അങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. ഇത് നല്ല ഉഗ്രം സാധനം, നല്ല മണമുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിൽ ചൊവ്വയുണ്ടാകാൻ കാരണമില്ല. അപ്പൊ കരള് തേങ്ങാപ്പാലിട്ട് നല്ല സ്വയംഭം സാധനം ഉണ്ട്. ഇതെന്താ എങ്ങനെ അമ്മച്ചി? നല്ലതല്ലേ? കറച്ചട്ടിയിൽ വെക്കണം അല്ലേ? ഇതുപോലെ കറച്ചട്ടിയിൽ വെക്കണം, അപ്പൊ തിളക്കുകയും ചെയ്യും. ഇതേണ്ട സൂപ്പർ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന്. അപ്പൊ മിക്ക ആൾക്കാർക്ക് ഇത് താല്പര്യം ഉണ്ടാവില്ല, താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടാ. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇത്. വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമൊന്നുമല്ല അല്ലേ, അമ്മച്ചി കഴിക്കൂല. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.